ഞങ്ങൾ വിമതരല്ല, ഞങ്ങളാണ് യഥാർത്ഥ കോൺഗ്രസ്. ഞങ്ങൾ കോൺഗ്രസ്സുകാർ സീറ്റിന് വേണ്ടിയിട്ട് ഞാൻ 10-20 കൊല്ലമായിട്ട് ഈ സീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നിരന്തരം അവർ ഒരേ കുടുംബത്തിന് തന്നെ പാർട്ടി അത് കൊടുത്തതുകൊണ്ട് അപ്പോഴും ഞാൻ ക്ഷമയോടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ വാർഡിലെ ജനങ്ങളും പ്രവർത്തകരും പൊട്ടിത്തെറിച്ച് ഈ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനേ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെപ്പോലുള്ള ഒരാൾ അങ്ങനെ ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കേണ്ടി വന്നതാണ്. ഞങ്ങൾ നിരവധി പേരായി. ഇപ്പം ഞങ്ങൾ അന്ന് ആദ്യം 50 പേര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പോൾ 100-150 കൂടുതൽ ആളുകൾ ഞങ്ങൾക്കൊപ്പം വരാൻ തയ്യാറാണ്. അല്ല ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ വരും പോകും, അങ്ങനെയുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് സെറ്റിൽ ചെയ്യാനിരിക്കുന്നത്? എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക പറഞ്ഞാൽ അതിനുള്ള സമയങ്ങൾ ഇവരെല്ലാം നേതാക്കളല്ലേ, ഇതിനെല്ലാം നേരത്തെ ഒരു തീരുമാനമുണ്ടല്ലോ. അത് അന്നതൊക്കെ അത് ചെയ്യാമായിരുന്നില്ലേ? ഞങ്ങൾ ഇത്രയും നല്ല ആളുകളെ കൊണ്ടുപോയിട്ട് ഈ വിമതരാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്ക് സംസാരിക്കാമല്ലോ നേരത്തെ. ഇനി എപ്പോൾ പോയി സംസാരിക്കും? പറയും. അതാണ് ഒരു കുടുംബവാഴ്ച. ഇതിലെല്ലാവരും ഒരുപോലെയാണ്, എല്ലാ നേതാക്കളും ഒരേപോലെയാവുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവിനെങ്കിലും ആ കാര്യം മനസ്സിലാവണ്ടേ? ഒരാൾ പോലും അങ്ങനെയല്ല. ചിലർക്കെല്ലാം അവർക്ക് കിട്ടിയ ഓരോ 5 സീറ്റ് 10 സീറ്റ് ഓരോ നേതാവിന് കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ അവരെല്ലാം സൈലൻ്റാണ്. പിന്നെ ഒന്നിനെക്കുറിച്ച് അവർ സംസാരിക്കില്ല. ഞങ്ങൾ എല്ലാ നേതാക്കളോടും പറഞ്ഞു. DCC പ്രസിഡൻ്റാണല്ലോ അതിൻ്റെ ആസ്ഥാന നായകൻ, അദ്ദേഹത്തിനോട് പറഞ്ഞു. KPCCക്ക് ഒന്നും പോയിട്ടില്ല. ഞങ്ങൾ അത്ര വലിയ ലെവലിലേക്കൊന്നും ഞങ്ങൾ പോയി. കാരണം ഇവിടെ തന്നെ വലിയ നേതാക്കൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ മറ്റേ VK ശ്രീകണ്ഠനുണ്ട്, ഷാഫി പറമ്പിൽ MP ഉണ്ട്, അദ്ദേഹം വെളിയിലാണെങ്കിൽ ഇവിടെ നോക്കുന്ന ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉണ്ട്, DCC പ്രസിഡൻ്റ് ഉണ്ട്. ഇതിനേക്കാൾ ഇനി ഞങ്ങൾക്ക് വലിയ ലെവലിലേക്ക് പോകാനുള്ള ചിന്തയൊന്നും ഞങ്ങൾക്കില്ല. ആരും പരാതി, നമ്മുടെ ഇവിടുത്തെ നേതാക്കൾ അവർ പരാതി കേൾക്കണ്ടേ? ഇനി അവിടെ പോയാലും ഇത് തന്നെയാണ്. ഇവർ വേറെ എന്തെങ്കിലും പറയാം അവരുടെ അടുത്ത്. ഞാൻ ഒരു കൊള്ളരുതാത്ത സ്ഥാനാർത്ഥി ആളെന്നാണ് ഇപ്പോൾ പാർട്ടി പറയണത്. ഞങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്നാണ് ഞങ്ങളുടെ MP ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത്ര കാലം പ്രവർത്തിച്ച ഞങ്ങൾ ഒരു DCC മെമ്പറല്ല, ഇതിന് എവിടെ നിന്ന് തെളിവ് കിട്ടും നിങ്ങൾക്ക് കൊണ്ടുവരികയും കാണാമെന്നാണ് പറയുന്നത് അദ്ദേഹം. ഞങ്ങൾക്ക് വളരെ സ്നേഹമുള്ളൊരു MP-യാണ്. പക്ഷേ അദ്ദേഹം ഞങ്ങളിങ്ങനെ ഇറങ്ങിയതിനോട് അദ്ദേഹം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പ്രമീള ശശിധരനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള വ്യഗ്രത കാണിക്കുകയാണ്. അതായത് മതേതരത്വം സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാമെന്ന്. ഈ പോണവരിനെ പിടിച്ചു നിർത്തിയാൽ മതി. ഇവർ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യ രാജ്യത്ത് വെളിയിൽ പോകുന്നവരിനെ പിടിച്ചു നിർത്തിയാൽ മതി. അല്ലാതെ മറ്റുള്ള BJPയിൽ നിന്ന് ആരും കൂടി വരേണ്ട കാര്യമൊന്നുമില്ല. അത്രയും വലിയൊരു പ്രസ്ഥാനമാണിത്. ഇങ്ങനെ വലിയ ആളുകളുമായി ഇരുന്നിട്ട് ഞങ്ങളിത് അവരെ കൊണ്ടുവന്ന് ഇവൻ്റെ കൊണ്ടുവന്ന് അതിൻ്റെ ഒന്നും കാര്യമില്ല. അവർക്ക് അവിടെ നിന്നൊക്കെ റിജക്റ്റ് ആവണമെന്ന് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരിക. എന്താ അതിൻ്റെ ആവശ്യം? എൻ്റെ ജീവിതത്തിലൊരു ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എല്ലാം തട്ടിക്കളിക്കുകയായിരുന്നു. അല്ല 20 കൊല്ലമായിട്ട് ഞാനത് പറയുമ്പോൾ ഓരോരുത്തരും അങ്ങനെ. ഇന്നിപ്പോൾ എന്നെ പറയുകയാണ്, വന്നിട്ട് ചിലർ വന്നു എന്നെ ഭാരവാഹി. എനിക്ക് അതിൻ്റെ ഒരു മോഹമേ എനിക്കില്ല. ഞാനൊക്കെ KPCC ലെവലിൽ ഭാരവാഹിയാകേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? കൈച്ചിഹ്നത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 2 ചിഹ്നം പറഞ്ഞിട്ടുണ്ട്. ഒരു ആപ്പിളും ഒരു ഓട്ടോറിക്ഷയും പറഞ്ഞിട്ടുണ്ട്. അതിൽ കൊടയും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾ അവിടെ പോയി ഇരുന്നിട്ട് അനുയോജ്യമായ സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കും. ഈ നേതാക്കൾക്ക് എനിക്ക് തരാമായിരുന്നു. കാരണം അത്രയും പ്രവർത്തകരുടെ മനസ്സ്, അത് താല്പര്യമാണ്. ഓരോ വ്യക്തികളുടെ അവരവരുടെ താല്പര്യങ്ങളാണ്. അത് എന്ത് താല്പര്യമൊന്നും എനിക്കറിയില്ല. അതിൽ ഗ്രൂപ്പ് ഉണ്ടാവും. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റുണ്ടല്ലോ. അപ്പോൾ ഇതിനെ പോയിട്ട് എന്താ അങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനതൊന്നും പറയില്ല. നമ്മൾ അറിയാത്തത് 2005 ഇതേപോലെ റിബലിൽ നിന്നിട്ട് കോൺഗ്രസിന് ഭരണം കിട്ടിയത് ഈ ഇദ്ദേഹത്തിന്റെ ഒരു വോട്ട് കൊണ്ടാണ്. ദേവയാനി അന്ന് ഞാൻ അന്ന് DICയിൽ നിന്ന് ജയിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് അന്നത്തെ DCC പ്രസിഡന്റും അവരെല്ലാം എൻ്റെ ഒരു വോട്ടിലാണ് അന്ന് പാലക്കാട് നഗരസഭ കിട്ടിയത്. പക്ഷെ അതിൻ്റെ ഡീലിനുള്ള നന്ദി പോലും എനിക്കിവർ ചെയ്തില്ല. ഇന്നിപ്പോൾ ഞാനൊരു DCC മെമ്പർ പോലും അല്ല എന്ന് നമ്മുടെ ബഹുമാന്യനായ MP വന്നിരുന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പോലെയുള്ള ഈ വളർന്നു വരുന്ന ഇത്രയും വലിയൊരു നേതാവ് ഒരിക്കലും അത് പറയാൻ പാടില്ലാത്തതാണ്. വേദനയുണ്ടാക്കി.